നോക്കൂ ശരത്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം, ഏതെങ്കിലും ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ലെവലിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രൊമിനൻസ് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്നും അദ്ദേഹം ഇലക്ഷനിൽ ജയിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ PV അൻവർ കുറച്ച് അധികം വോട്ടുകൾ പിടിക്കുന്നത് കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അതായത് PV അൻവർ ജയിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ PV അൻവർ വോട്ട് പിടിച്ചാൽ അതിലൂടെ ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോവുകയും സ്വരാജ് ജയിക്കുകയും ചെയ്താൽ അത്യാവശ്യം ഒന്ന് എന്താ പറയുക, മലബാർ ഏരിയയിൽ PV അൻവറിന് ഇപ്പോഴും ഹോൾഡ് ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനമായും നിർണായകമായി വരുന്നത് VD സതീശൻ്റെ ഒരു അപ്രമാദിത്വമുണ്ട് കോൺഗ്രസിൽ നിലവിൽ. കാര്യം അദ്ദേഹം ലീഡ് ചെയ്യുകയും അദ്ദേഹം പറയുകയും ചെയ്ത സ്ഥാനാർത്ഥികളെല്ലാം ബൈപ്പോളിലെല്ലാം ജയിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലമ്പൂർ ഏതെങ്കിലും ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയം, കാര്യം PV അൻവർ തിരിച്ചു കയറാൻ നോക്കിയിരുന്നു, VS ജോയി സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിരുന്നു. ഇവരെയൊക്കെ മറികടന്ന് കോൺഗ്രസിൻ്റെ UDFൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും VD സതീശൻ ഏറ്റെടുത്ത ഒരു നിർണായകമായ തീരുമാനമായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ VD സതീശൻ എന്ന് പറയുന്ന ഒരു ഫിഗർ തന്നെ ഇല്ലാതെയാകും. അത് അങ്ങനെ ഒരു സാഹചര്യം വന്നല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബൈപോൾ ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വന്നതുകൊണ്ട് ആ ട്രെൻഡ് അതേ രീതിയിൽ തന്നെ തുടരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഷാനിമോൾ ഉസ്മാൻ ബൈപോൾ ഇലക്ഷനിൽ ജയിക്കുന്നു, പക്ഷെ തൊട്ടടുത്ത് നടക്കുന്ന മേജർ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ അതേ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനൽ ആണെന്നൊന്നും പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നിർണായകമാവുന്ന VD സതീശനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വേറെ ആർക്കും ഒന്നും പോകാനില്ല ഇവിടെ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ പാർട്ടി പ്രമുഖ നേതാക്കളെല്ലാം മണ്ഡലം വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം 23-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനിരിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണമായും എനിക്കൊന്ന് അൻവർ ഒരു പടി കൂടി മുന്നിട്ട് നിന്ന് ആത്മവിശ്വാസത്തിലാണ് എന്നാണ് മനസ്സിലായത്.